ഞാനിപ്പോൾ അടുത്ത് വായിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ബുക്കുണ്ട്, അഗർത്ത എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതെനിക്ക് ഒരുപാട് വായിക്കണം തോന്നിയിട്ടുള്ള ബുക്കാണ്. നമുക്ക് കിട്ടുന്ന ഡേറ്റ ഇല്ലേ, അതെപ്പോഴും ഫോണിൽ കിട്ടുന്നതിനേക്കാളും ബുക്സിൻ്റെ അകത്തായിരിക്കും കുറച്ചുകൂടെ ഒതൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുക. സോ കൂടുതലും എനിക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത് ബുക്സാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരാൾക്ക് പോലും ജസ്റ്റ് ഒന്ന് വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ മേഖലയിലോട്ട് കൂടുതൽ വരാൻ തോന്നും. അതിലേക്ക് നമ്മളെ വലിച്ചെഴിച്ച് കൊണ്ടുപോകും. അങ്ങനത്തെ ഒരുപാട് നോവൽസ് ഉണ്ട്. നമ്മൾ ഈ കേട്ടതുപോലെ വായന പലർക്കും പല അനുഭവങ്ങളാണ്. നമ്മളൊക്കെ വായിക്കാൻ ആശ്രയിച്ചിരുന്നത് പൊതു വായനശാലകളെയാണ്. അത്തരത്തിലൊരു വായനശാലയുടെ കഥയാണ് ഇന്ന് പറയാനുള്ളത്. 1829 തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളിന്റെ കാലത്താണ് ഈ ലൈബ്രറി സ്ഥാപിതമായത്. 1898 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നും കൊടുത്തു. പിന്നീട് 1958 സംസ്ഥാനത്തെ സെൻട്രൽ ലൈബ്രറിയായി പ്രഖ്യാപിച്ചു. ഞാനൊരു PhD സ്കോളറാണ് ഹൈദരാബാദിൽ. അപ്പം അവിടെ നിന്ന് ഞാൻ എപ്പോഴൊക്കെ നാട്ടിൽ വരുന്നു, എൻ്റെ ഫസ്റ്റ് ഞാൻ ഓടിപ്പോകുന്ന സ്ഥലം ആക്ച്വലി പബ്ലിക് ലൈബ്രറിയാണ്. പുസ്തകങ്ങൾ നിറഞ്ഞു കിടക്കേണ്ട ഈ റാക്കുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതിന് പുറകിലും ചില കാര്യങ്ങളുണ്ട്. ലൈബ്രറിയിൽ നിന്ന് പുസ്തകം കടമെടുത്ത് തിരിച്ചു കൊടുക്കാത്തവരുടെ എണ്ണം ഒരല്പം കൂടുതലാണേ. കൂടുതലെന്ന് പറഞ്ഞാ ഇഷ്ടം പോലെ 2018 മുതൽ 2024 ഡിസംബർ വരെയുള്ള കണക്കെടുത്ത് നോക്കിയാലേ 9377 പുസ്തകങ്ങളാ തിരികെ വരാനുള്ളത്. അയ്യോ, മോശം 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 മോശം. ഏറ്റവും അധികം പുസ്തകങ്ങൾ തിരികെ കിട്ടാത്ത വർഷമേ 2024. ഒരു മര്യാദയൊക്കെ വേണ്ടേ? വർഷങ്ങളോളം തിരിച്ചു കൊടുക്കാത്ത പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും ഒരു എസ്പെഷ്യലി റെയർ കോപ്പീസോ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് വായിക്കേണ്ടതായിട്ടുള്ള പുസ്തകങ്ങളോ റിസർവേഷനിൽ വെച്ചിട്ട് എടുക്കാണ്ടിരിക്കുക അല്ലെ തിരിച്ചു കൊടുക്കാണ്ടിരിക്കുക, അതൊക്കെ ഒരു എത്തിക്സ് ഇല്ലായ്മയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പുസ്തകങ്ങൾ തിരികെ നൽകാനും വരിസംഖ്യ പുതുക്കാനും മഹാമനസ്കരായ ലൈബ്രറി അധികൃതർ ഒരവസരം നൽകുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാലയളവിൽ കൊണ്ടുവരുന്ന പുസ്തകങ്ങളുടെ പിഴ നമ്മൾ 80% കുറച്ചിരിക്കുകയാണ്. 20% മാത്രം അടച്ചാൽ മതി. താമസിച്ചാലും കൊണ്ട് കൊടുത്തേക്കണം. ബേസിക്കലി നമുക്ക് വായന പ്രോത്സാഹിപ്പിക്കൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പിഴ കുറയ്ക്കുന്ന പരിപാടി നമ്മൾ ഏർപ്പാട് ചെയ്യുന്നത്. സത്യത്തിൽ വായനാശീലം വളരെ നല്ലതാണ്. പക്ഷേ വായനക്കാരുടെ ഈ ശീലം അതത്ര നല്ലതല്ല. പ്രേം ശശിക്കൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.